കണ്ടിന്യൂ. അപ്പോൾ ഇന്നൊരു ഓഫർ സെയിൽ വീഡിയോ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് മാച്ച് അല്ലാത്തൊരു ദുപ്പട്ടയാണെന്ന് വിചാരിക്കരുത്. കാരണം ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രീമിയം ദുപ്പട്ടാസും അല്ലാതെ നോർമൽ ദുപ്പട്ടാസും കാണിക്കുന്നുണ്ട്. ബോട്ടംസ് ഒരു ഓഫർ സെയിൽ വീഡിയോ തന്നെയാണ്. അപ്പം നമ്മൾ ഇന്ന് ബോട്ടംസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം 750 റേഞ്ചിൽ, കാരണം എല്ലാം നമ്മൾ റെഡിയാക്കുന്നതാണ്, ഒന്നും റെഡിമെയ്ഡ്സ് അല്ല. ഇവിടെ റെഡിയാക്കുന്നതുകൊണ്ട് തന്നെ അതിന് 750 റേഞ്ചിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം മാത്രം ഈ ബോട്ടംസ് 550 റേഞ്ചിലേക്കാണ് കൊടുക്കുന്നത്. 550 ഓൺലി. അതുകൊണ്ട് നമുക്കൊരു സ്റ്റോക്ക് പുതിയതൊക്കെ കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ എടുത്ത് കാണിക്കുന്നതാണ്. അപ്പോൾ അത് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്നത്തെ ദിവസം മാത്രമാണ് ഈ ഒരു ഓഫർ വരുന്നത്. എല്ലാവരും ദുപ്പട്ട തനിയെ തരാൻ ഒത്തിരി ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് തനിയെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ തരാമെന്ന് പറഞ്ഞു. ഇതുപോലെയാണ് ആ ഒരു ദുപ്പട്ട വരുന്നത്. ഇതിനകത്ത് ഒരു എന്താ പറയുക, ഫോയിൽ അല്ല ഒറിജിനൽ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഈ ഒരു ലുക്കായിരിക്കും. അത്യാവശ്യം വിഡ്ത്തും ലെങ്ത്തും സ്ട്രെച്ചബിൾ ആണ് ഇതുപോലെ. അപ്പോൾ ഇത് നമുക്ക് ദുപ്പട്ട തനിയെ സ്റ്റോക്ക് ഉണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബോർഡർ വന്നേക്കുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ബ്ലാക്കിൻ്റെ കൂടെയൊക്കെ, അതായത് ബ്ലാക്കിൻ്റെ കൂടെ പെയർ ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ ഉണ്ടാവും. ബ്ലാക്കിൻ്റെ കൂടെയൊക്കെ ഈ ഒരു ബോർഡർ വന്ന പോലെ പെയർ ചെയ്ത് നല്ല അടിപൊളിയാണ്. ഇതുപോലെ ഇതിൻ്റെ ബോർഡർ നോക്കി ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ്. നമുക്ക് ഇതുപോലെ എൻഡിലോട്ട് ടാസിൽസ് ഒക്കെ വന്നിട്ട് ഈ ഒരു പാറ്റേണിലേക്ക് കണ്ടോ ഇതുപോലെ ഉണ്ടാവും ഇതിൻ്റെ ഒരു ലുക്ക്. ഇതാ ഇതിൻ്റെ ബോർഡർ കണ്ടോ, ഇതിൻ്റെയും ജെറിയുടെ ബോർഡർ ഇതേപോലെയാണ് വരുന്നത്. ഈ ഒരു ലുക്കായിരിക്കും ഇതിൻ്റെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇത് ഇതാ നല്ല വിഡ്ത്തും ലെങ്ത്തും ഒക്കെ ഉള്ള നല്ല അടിപൊളി ദുപ്പട്ടയാണ്. ബ്ലാക്കിൻ്റെ കൂടെ ഇതുപോലെ പെയർ ചെയ്യാം, അല്ലെങ്കിൽ ക്രീമിൻ്റെ കൂടെ ടോൺ ടു ടോൺ ആയിട്ട് പെയർ ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഇതും ഇതുപോലെ. ഇത് ഇന്നത്തെ ദിവസത്തേക്ക് മാത്രം ഈ ഒരു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് 299 ആണ്. ഓൺലി 299. ഇന്നത്തെ ദിവസത്തേക്ക് മാത്രമാണ് കേട്ടോ. കാരണം 450 റേഞ്ചിലെ ദുപ്പട്ടയായിരുന്നു. അപ്പം ഇന്നത്തെ ദിവസത്തേക്ക് മാത്രം 299. ഞാൻ പറഞ്ഞത് ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇടാം. ഇതുപോലെ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ളതുകൊണ്ട് രണ്ട് സൈഡിലേക്കും ഇതുപോലെ ഇടാം. വെയർ ചെയ്യാൻ സിമ്പിളായിട്ടൊരു ദുപ്പട്ട വേണം. ഇതും ഒരു എന്താ പറയുക, സെറിയുടെ ബോർഡർ പോയിട്ടുണ്ട്. ഇതേപോലെയുള്ള ഈ ഒരു ദുപ്പട്ട കണ്ടോ, എൻഡിലോട്ട് നല്ല പ്രിൻ്റൊക്കെ വരുന്ന ടാസൽസും വന്നിട്ട് ഇതേപോലത്തെ. അപ്പം ഈ ഒരു കളറ് എക്സാക്റ്റിൽ ഏകദേശം ഉള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം. പ്യുവർ വിസ്കസ് ഓർഗൻസിയാണ് ഫാബ്രിക് വരുന്നത്. ഇതിൻ്റെ എൻഡിലോട്ട് ഇതേപോലെ ചിക്കൻ കാരിയുടെ ഒറിജിനൽ ചിക്കൻ കാരിയുടെ വർക്കാണ്, ഹാൻഡ് വർക്കായിട്ടാണ് വന്നേക്കുന്നത്. കണ്ടോ ഇതുപോലെ ചെറിയ ബീഡ്സും കട്ട് ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഡബിൾ ആകുമ്പോഴാണ് കാണാൻ പറ്റുമോ, കണ്ടോ ഇതുപോലെ ഉണ്ട്. ഓക്കെ, ഹാൻഡ് വർക്ക് ചെയ്തതും ഉണ്ട് നമ്മളിത്. ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ലൈറ്റ് ലാവൻഡർ കളറിലോട്ട് അതിൻ്റെ എൻഡിൽ സ്കാൽപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതിനെങ്കിലൊക്കെ പറയാൻ പറയാം. ബ്ലാക്കിനെല്ലാം പോവും. ഇതുപോലെ കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള സ്കാൽപ്പ് വർക്കും പിന്നെ ഓൾ ഓവർ ഈ ചെയ്തേക്കുന്നത് ഹാൻഡ് വർക്കാണ്. കണ്ടോ ഈ ബൂട്ടാസ് പോലെയുള്ള വർക്ക് ഹാൻഡ് വർക്കാണ് ചെയ്തേക്കുന്നത്. അത് ഇതേപോലെ ഈ ഒരു ലുക്കായിരിക്കും. ഇത് കണ്ടോ, നമ്മൾ ഓണം തീമിലേക്ക് അന്ന് കുറച്ച് സ്റ്റോക്ക് ചെയ്തായിരുന്നു. ഇതിൻ്റെ വർക്ക് കണ്ടോ, ഇതിപ്പം ഇങ്ങനെ വെക്കുമ്പോഴാണ് നല്ല ഫുള്ളി വർക്കാണ്. പ്യുവർ ഡയബിൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ഇതുപോലെ മിറേഴ്സ് ആണ് ഓൾ ഓവർ. കണ്ടോ ഇതുപോലെ മിറേഴ്സ് വന്നിട്ട് ഇതുപോലെയാണ്. ഓൾ ഓവർ മിറേഴ്സ് വന്നിട്ട് ഈ ഒരു പാറ്റേൺ നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ കണ്ടോ, അത്യാവശ്യം ഇഞ്ചിലായിരുന്നു. അപ്പം ഇന്നത്തേക്ക് മാത്രം നമ്മൾ ഇതിന് 750 ആണ് ഇന്നത്തേക്ക് മാത്രം. ഓക്കെ, അതായത് 950,000 എബോ ആയിരുന്നു. അതിൻ്റെയൊക്കെ ഡയബിൾ അല്ലേ, പ്യുവർ ചിക്കൻ കാരിയുടെ വരുന്ന ആ ഒരു ഇത്. ഇതിൻ്റെ കണ്ടോ എൻഡിലോട്ട് ആ ക്രോഷ്യോലേസിൻ്റെ ആ ഒരു ഭംഗി നല്ല ഭംഗിയായിട്ട് കൊടുത്തേക്കുന്നത്. ഇതുപോലെ കണ്ടോ ഫുള്ളി മിറേഴ്സ് ആയിട്ട് ഇതാണ് അതിൻ്റെ വർക്ക് വരുന്നത്. ഇതേപോലെ. അപ്പോൾ ഇന്നത്തേക്ക് മാത്രം 750 ഇതിന്. യെല്ലോ ഇതുപോലെ ഈ കാണുന്നതെല്ലാം മിറേഴ്സ് ആണ്, ഒറിജിനൽ മിറേഴ്സ് ആണ് കേട്ടോ ഇതിൽ കാണുന്നതൊക്കെ. ഓക്കെ, അപ്പം ഇത് പ്യുവർ മൊഡാൽ സിൽക്ക് ഫാബ്രിക്കിലോട്ട് നല്ല വിഡ്ത്തും ലെങ്ത്തും ഒക്കെ ഉള്ള ഇതുപോലത്തെ ഈ ഒരു ദുപ്പട്ട കണ്ടോ, ഇതുപോലെ നല്ല വിഡ്ത്തും ലെങ്ത്ത്. ആ എൻഡിലെ വർക്കൊക്കെ കണ്ടോ, പ്യുവർ മൊഡാലാണ്. ഇതുപോലെ വരുന്നേ ആ ഷൈനിങ് കാണുന്ന ഇങ്ങനെ ഫോൾഡ് ചെയ്യണം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇട്ടേക്കുന്നത്. പക്ഷെ നല്ല ബ്ലാക്കിനും ലാവൻഡർ ഡാർക്ക് ലാവൻഡറിനൊക്കെ പെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ ഉണ്ടാവും കാണിക്കുന്നത്. ഇതുപോലെ ഇതാ യെല്ലോ വേണം എന്നുള്ളവർക്ക് എൻഡിലോട്ട് ടാസിൽസ് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഓൾ ഓവർ ഇതിനകത്തോട്ട് ഓരോ സീക്വൻസും ലൈനും പോയിട്ടുണ്ട്. കണ്ടോ ആ ചെറിയ ലൈൻസും സീക്വൻസും പോയിട്ടുണ്ട്. ഇതൊന്ന്. പിന്നെ നേരത്തെ വേണമെങ്കിലും മാച്ച് ആവും. ഇത് കണ്ടോ, ഇപ്പം നമ്മൾ ഇതിൻ്റെ ഒരുപാട് റെപ്ലിക്കാസ് ഉണ്ട്. ഇത്ര എണ്ണമാണ് മിറേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും. ഇത് നമുക്ക് നല്ല ഒരു ഇതാണ് കിട്ടിയേക്കുന്നത്. ഇതുപോലെ കടന്നുള്ളവർക്ക് ഇതേപോലെ കണ്ടോ, ഇത് നമ്മൾ ചെയ്യിപ്പിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം നല്ല കോസ്റ്റ് വരും. എന്താണെന്ന് വെച്ചാൽ ഇത് ഫാബ്രിക് യൂസ് ചെയ്തിരുന്ന പ്യുവർ ക്രേപ്പാണ്, പ്യുവർ ചിനോൺ ഫാബ്രിക് ആണ്. അപ്പോൾ അതിനകത്തോട്ട്
ഈ ഒരു ഹാൻഡ് വർക്കും കൂടെ വരുമ്പം നല്ല കോസ്റ്റാണ്. അപ്പം ഞാനിത് ഇന്നത്തെ ഓഫർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടവർ എൻക്വയറി ചെയ്യുക. ഇത് കണ്ടോ, വൺ സൈഡിലേക്ക് ഈ ഒരു ദുപ്പട്ട മെറൂൺ കളർ ഒരു ടോപ്പും കൂടെ പെയർ ചെയ്താൽ അടിപൊളിയാണ്. ഇതുപോലെ കണ്ടോ, ഫുള്ളി സ്കാൽപ്പ് ഒരു ഡൾ സീക്വൻസ് വെച്ചിട്ട് ആണ് ചെയ്തേക്കുന്നത്. പ്യുവർ സിൽക്ക് ഫാബ്രിക് ആണ്. ഇതുപോലെ കണ്ടോ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഇത് ഒത്തിരി ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ നമുക്ക് ആകെ ഇതുപോലെ സിമ്പിളായിട്ട് ഇടാം. ഇതിലോട്ട് മുഴുവനും സ്കാലപ്പ് വർക്കാണ്. സ്കാലപ്പ് വർക്കും മിറോസും ചിക്കൻ കാരിയുടെ വർക്കും ഒക്കെയാണ്. അത് മാത്രമല്ല ഈ സൈഡിലോട്ടും അതിൻ്റെ സ്കാലപ്പ് വരുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ ഈ ബാപ്റ്റിസം ഫംഗ്ഷൻസ് ഒക്കെ ഉള്ള ടൈമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കാണിച്ചു തരാം എന്ന് വെച്ചു. ഇതുപോലെ ഫുള്ളി ഈ ഒരു ഡിസൈൻ ഓൾ ഓവർ വരുന്നുണ്ട്. അതെല്ലാം ഹാൻഡ് വർക്കും ഫോയിൽ മിറേഴ്സും ആണ്. ഇത് കണ്ടോ, ഞാൻ ക്ലോസ് ആയിട്ട് ഇതിൻ്റെ പിക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇത് പ്യുവർ ഫാബ്രിക് ആണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേർന്നതാണ്, കാണിക്കില്ല എന്ന് വെച്ചിട്ട് പിന്നെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതിപ്പോൾ കാണിച്ചതാണ്. ഇതുപോലെ ബോർഡർ വരുന്നുണ്ട്, ബ്യൂട്ടിഫുൾ ആണ്. ഇങ്ങനെ ഉണ്ടാവും. ഇതുപോലെ ക്രീമിനോ ഒക്കെ, ക്രീമിന് തന്നെയായിരിക്കും ഇത് വെയർ ചെയ്ത് ഭംഗി ഉണ്ടാവുക. സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം ഇതുപോലെ. ഓക്കെ, ഈ ഒരു ലുക്ക് ആയിരിക്കും കേട്ടോ. ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ ഒരു മൾട്ടി ഇതിനകത്തോട്ടല്ലേ വരുന്നത്. ഇങ്ങനെ ഇടുമ്പോൾ കാണിച്ചു തരാം. ഇതുപോലെ ആ ഫ്ലവേഴ്സ് വരുന്നുണ്ടോ, കണ്ടോ, ഭയങ്കര സ്റ്റാൻഡേർഡ് ആട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഈ ഒരു ഗോൾഡൻ കളറോ ഇതിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്തിട്ട് അടിപൊളിയാണ്. കാരണം കാണുമ്പോൾ നല്ല ഭംഗിയായതുകൊണ്ട് പറയുന്ന, നമുക്ക് കാണുമ്പോൾ ഓരോ സാധനങ്ങൾ എല്ലാവരുടെയും ടേസ്റ്റ് ഒന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കേട്ടോ, നോക്കി എന്ത് രസമാണെന്നറിയോ. ഇതുപോലെ ഈ ഒരു ബോർഡർ ഇതേപോലെ വന്നിട്ട് ഭയങ്കര ഭംഗിയുണ്ട്. അപ്പം ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ഇന്നൊരു ഓഫർ സെയിൽ വീഡിയോ തന്നെയാണ് കേട്ടോ. ഓഫർ സെയിൽ എന്ന് പറയുമ്പോൾ കുർത്തിയുടെ അല്ല, ബോട്ടവും ദുപ്പട്ടയും കൂടി ഉള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പം കോട്ട് സെറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചില ബോട്ടംസ് റെഡിയാക്കി വയ്ക്കുമ്പോൾ എല്ലാവർക്കും ടോപ്പ് മാത്രം മതി. അപ്പോൾ നമ്മൾ ആ ബോട്ടം അങ്ങനെ ലെഫ്റ്റ് ആം കോട്ട് സെറ്റിൽ ആയാലും അല്ലെങ്കിൽ മാച്ചിങ് ചെയ്യുമ്പം ടോപ്പ് ഓൺലി തരുമെന്ന് വയ്ക്കുമ്പോൾ നമ്മൾ കൊടുക്കും. അതുപോലെ ദുപ്പട്ടാസും അങ്ങനെയുള്ളതിൽ ചിലതിലുണ്ട്. അപ്പോൾ എല്ലാവരും ചിലപ്പോൾ ദുപ്പട്ട ഇടുമ്പോൾ തനിയെ തരുമെന്ന് ചോദിക്കുമ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അപ്പം ബോട്ടത്തിൻ്റെ ഞാൻ ഓരോന്ന് ഇപ്പോൾ ഒരു സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 9495402891 അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടാൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഇതിനെ ഇങ്ങനെ കാണിച്ചു തരുന്നത് ഇപ്പം ഇങ്ങനെയാണ് ഒരു ലുക്കും ലെങ്ത്തും വരുന്നത്. ബാക്കിയുള്ളതെല്ലാം ഞാനിപ്പം ടേബിളിൽ വെച്ചിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഈ ഒരു ഇലാസ്റ്റിക് വന്നിട്ട് ഈ ഒരു പെൻസിൽ ബോട്ടം ഈ ഒരു ഷേപ്പിലോട്ടായിരിക്കും. എൻഡിലോട്ട് ഇതേപോലെ ഒരു വി കട്ടിങ് എല്ലാം പ്രിന്റ് വരുന്നതിനും എല്ലാം അങ്ങനെ തന്നെ ചെയ്തേക്കുന്നത്. അപ്പം ഈ ഒരു പാറ്റേൺ ആയിരിക്കും. ബാക്കിയെല്ലാം ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊരു എന്താ പറയുക, പെൻസിൽ ബോട്ടായിട്ട് തന്നെ രണ്ട് സൈഡും ഇലാസ്റ്റിക് വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മാച്ചിങ് ആയിട്ട് ഏതെങ്കിലും കളറിലുണ്ടെങ്കിൽ ഇതുപോലെ യൂസ് ചെയ്യാം. ഇതാണ് അതിൻ്റെ പ്രിന്റ് വരുന്നത്. സെക്കൻഡ് ഇതെല്ലാം നല്ല ജയ്പൂർ കോട്ടൺ ഫാബ്രിക്സ് ആണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് വൺ വന്നിട്ട് ഇതേപോലെ ഈ ഒരു പ്രിൻ്റാണ് വരുന്നത്. ഇതുപോലെ ഈ ഒരു പ്രിൻ്റ് ഇതേപോലെ രണ്ട് സൈഡും ഇലാസ്റ്റിക് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ അത്യാവശ്യം വിഡ്ത്തും ലെങ്ത് ഒക്കെ ഉണ്ട്. ഇതെല്ലാം നമുക്കൊരു XL XXL വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തത് വന്നേക്കുന്ന ഈ ഒരു പാറ്റേൺ ആണ്. ഇതുപോലെ ഇതും കോട്ടൺ തന്നെ. ഇതേപോലെ ഈ ഒരു പ്രിന്റ് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാനാണ് കേട്ടോ ഞാനിങ്ങനെ കാണിക്കുന്നത്. ഇതുപോലെയാണ് അതിൻ്റെ ഇലാസ്റ്റിക് വരുന്നത്. ഇതുപോലെ കണ്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇനി ഈ പ്രിന്റ് ഉള്ളത് തന്നെ ആദ്യം കാണിച്ചു തരാം. ഇതുപോലെ ഇത് റേയോൺ ഫാബ്രിക്കിലോട്ട് വന്നിട്ട് ഇത് കുറച്ചും കൂടെ ഒരു ലാർജ് മീഡിയം ആ സൈസുകാർക്കേ പറ്റുള്ളൂ. ഇലാസ്റ്റിക് ആണ്. ഇതിൻ്റെ പ്രിന്റ് വന്നിട്ട് ഇതുപോലെയാണ് കണ്ടോ. പിന്നെ വന്നിട്ട് ഇത് നല്ല ഇൻഡിഗോ ഈ ഒരു ബ്ലൂ കളറിലോട്ട് ഇതേപോലത്തെ പ്രിന്റ് വരുന്നതാണ്. ഇതിൻ്റെ ഇലാസ്റ്റിക് ഇതേപോലെ പെൻസിൽ ബോട്ടം ആയിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതും നല്ല പ്രിന്റ് വരുന്നത്. ഇപ്പം നമുക്ക് ഇതിനെല്ലാം കോൺട്രാസ്റ്റ്, ഇപ്പോൾ ബ്ലൂവിന് മാച്ചാവും, ക്രീമിന് മാച്ചാവും. ഇതൊക്കെ ഇതുപോലെ ഈ ഒരു പ്രിന്റാണ് വരുന്നത്. ഇതുപോലെയാണ് അതിൻ്റെ ബോട്ടത്തിൻ്റെ ഇലാസ്റ്റിക് വരുന്നത്. ഇത് ഓക്കെ. ഇനി ഇതൊരു സെമി സിൽക്ക് ഫാബ്രിക്സ് ഇല്ലേ, അതുപോലത്തെ ഒരു ഫാബ്രിക്കാണ് ഇത് നമുക്ക് റാണി പിങ്കിനോ ബ്ലാക്കിനൊക്കെ പെയർ ചെയ്ത് നല്ല ഭംഗിയായിരിക്കും. ഈ കളറുടെ ദുപ്പട്ടയും കൂടി ഇട്ടാൽ ബ്ലാക്കിനും പെയർ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഇലാസ്റ്റിക് വരുന്നത്. ഇതേപോലെ ഇനിയും ഇതുപോലെ ഇത് കോട്ടൺ കുറച്ച് ഈ ഒരു ഫാബ്രിക്കാണ് കേട്ടോ. ഇതും ഈ ഒരു പ്രിന്റിൽ ഇനി ഇത്രയേ ഉള്ളൂ നമുക്ക് ഓൾമോസ്റ്റ്. ഇതുപോലെ ഇതൊക്കെ നമ്മൾ ടോപ്സും എല്ലാം ബുക്ക് ചെയ്യുമ്പം കൂടെ ബോട്ടവും കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ ടോപ്പ് ഓൺലി മതിയെന്ന് പറയുന്നവരുടെ ബോട്ടംസ് ഇങ്ങനെ അത് നമ്മൾ മാറ്റി വയ്ക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇതും ആ ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിലോട്ട് വന്നേക്കുന്നത് കണ്ടോ. ഇതാണ് അതിൻ്റെ ഇലാസ്റ്റിക് വന്നിട്ട് ഇതേപോലെ ഇലാസ്റ്റിക് ഇതേപോലെ വരും. ഇതാണ് അതിൻ്റെ ഈ ഒരു പ്രിന്റ് വന്നേക്കുന്നത് കണ്ടോ. ഇതുപോലെ ഇനിയും പ്രിന്റിൽ ഇത്രയേ ഉള്ളൂ.
ഇത് നല്ല ഒരു റയോൺ ഫാബ്രിക്കിലോട്ട് താഴോട്ട് ഇതുപോലെ ഇത് കുറച്ചൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഈ കളറ് സിൽവർ കളറോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറോ ഒക്കെ ബോട്ടം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലെ വർക്ക് കണ്ടോ, ഇതുപോലെ നല്ല സീക്വൻസ് വർക്ക് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. എന്നിട്ട് ഓൾ ഓവർ ആ ഒരു ബൂട്ടാസ് വരുന്നുണ്ട് കണ്ടോ. ഇതും ഇലാസ്റ്റിക് വന്നിട്ട് ഈ ഒരു പാറ്റേൺ സ്മൂത്ത് റയോൺ ഫാബ്രിക് ആണ് കേട്ടോ. ഇപ്പോൾ ഫോൾഡ് ചെയ്ത് വെച്ചേക്കണോണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അടുത്തത് ഇനി പ്ലെയിനിൽ കുറച്ച് കാണിച്ചു തരാം. ഇത് നല്ല വാടാമല്ലി കളറിലോട്ട് പെൻസിൽ ബോട്ടായിട്ട് തന്നെയാണ് ഇതുപോലെ ഇലാസ്റ്റിക് വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ ഇതുണ്ടോ. ഇത് ഇനി അത് നല്ല പോപ്ലിൻ പോലത്തെ ഫാബ്രിക് കൊണ്ട് ചെയ്തേക്കുന്ന ബോട്ടം ചെയ്യുന്ന ഫാബ്രിക് തന്നെയാണിത്. പിന്നെ ഇതുപോലെ അതിൻ്റെ തന്നെ ഈ ഒരു വൈൻ റെഡ് കളറ്, വാടാമല്ലി കളർ എന്ന് പറയില്ലേ, വൈൻ കളറ്, ഇത് അതേപോലെ തന്നെ വൈൻ കളറിലോട്ട് ചെയ്തേക്കുന്നതാണ്. ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എല്ലാ ബോട്ടംസ് കിട്ടാൻ ബുദ്ധിമുട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും മാച്ചായിട്ട് ടോപ്സ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് മെറൂൺ കളറിലോട്ടുള്ള ബോട്ടം ആണ് കേട്ടോ. ഇത് നമുക്ക് പ്ലസ് സൈസും ഉണ്ട് കേട്ടോ. ഇത് പ്ലസ് സൈസും ഉണ്ട് കണ്ടോ. ഇതുപോലെ നല്ല വിടുത്തും നല്ല ഫാബ്രിക്കാണ്. ഇതെല്ലാം നമ്മൾ ഇവിടെ ചെയ്തേക്കുന്ന ബോട്ടംസ് ആണ്, അല്ലാതെ റെഡിമെയ്ഡ് അല്ല. അപ്പോൾ അത്യാവശ്യം വിടുത്തും ലെങ്ത്തും ഒക്കെ ഉണ്ട്. ഇത് ഇതുപോലെ തന്നെ നല്ല കോഫി കളറിൽ ഇതും ഒരു ബോട്ടം ചെയ്യണ മെറ്റീരിയൽ കൊണ്ടാണ് ചെയ്തേക്കുന്നതാണ്. ഇതുപോലെ കോട്ടൺ ഈ ഒരു കളർ ബോട്ടം കണ്ടോ. പെൻസിൽ ബോട്ടത്തിൻ്റെ പിക്കൊക്കെ എല്ലാവരും ഇട്ടുതരാൻ പറയാം. അപ്പോൾ നമുക്ക് അത് ഇങ്ങനെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവർക്കും കാണാമല്ലോ. അടുത്തത് ഇതിൻ്റെ തന്നെ ഈ ഒരു ഫാബ്രിക് ഈ ഒരു കളറ് നല്ല ഡാർക്ക് പീച്ച് കളറിലോട്ട് ഇതേപോലെ ഈ ഒരു കളറ് ഇതുപോലെ പ്രിൻ്റഡിൽ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. ഇതാ ഈ ഒരു പ്രിൻ്റ് കണ്ടോ. ഇത് നല്ലൊരു ഈ ഫാബ്രിക്കിൻ്റെ ക്ലോസ് ആയിട്ട് കണ്ടോ ഇതുപോലെ ഇതുണ്ടാവും. കഴിഞ്ഞിട്ട് ഇത് യെല്ലോ മാം നോക്കിക്കോട്ടോ. ഇത് യെല്ലോ കളറിലോട്ട് കോട്ടൺ തന്നെ ഇതുപോലത്തെ കണ്ടോ പെൻസിൽ ബോട്ടം. ഇതുപോലെ എൻഡിൽ കട്ടിങ് ഒക്കെ വന്നിട്ട് എല്ലാത്തിൻ്റെ എൻഡിൽ കട്ടിങ് ഒക്കെ ഉണ്ട്. ഇതുപോലെ